നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കത് വെറുതെ ആവില്ല. ഞാൻ ഇടയ്ക്കിടുന്ന ഈ സൂപ്പർ കഥകൾ കേട്ട് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഒന്ന് സുഖിക്കാന്നേ. പിന്നെ തീർച്ചയായും കഥകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു സൂപ്പർ സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നേ. ഒരു ഹണിമൂൺ കഥ. ഭർത്താവിൻ്റെ കൂടെ അല്ലാട്ടോ, ഭർത്താവിൻ്റെ ബോസിൻ്റെ കൂടെ. നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ? നിർത്താതെയുള്ള ഹോൺ ശബ്ദം കേട്ടാ ഞെട്ടി ഉണർന്നേ. മുന്നിലുള്ള വാഹനത്തോടാ പരാക്രമം. രാഹുലിനൊപ്പമുള്ള ജീവിതം പോലെ തന്നെയാ അയാളുടെ കൂടെയുള്ള വാഹനയാത്രയും. അസഹനീയം. എന്തിനാ രാഹുൽ ഇങ്ങനെ ഹോൺ അടിക്കുന്നേ? ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? ദേ, നീ എവിടെ മിണ്ടാതിരുന്നാ മതി. ഞാനല്ലേ വണ്ടി ഓടിക്കുന്നേ. അതിൻ്റെ ഒപ്പം രൂക്ഷമായൊരു നോട്ടവും. ഞാനൊന്നും മിണ്ടാതെ സൈഡ് കാഴ്ചകളിലേക്ക് ലയിച്ചിരുന്നു. 2 മാസമായി രാഹുലിനൊപ്പമുള്ള ജീവിതം തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ അയാളുടെ ഭാഗത്തുനിന്ന് സ്നേഹമുള്ള വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. എനിക്ക് ആശ്ചര്യം തോന്നി. അയാൾക്കിടയ്ക്കിടെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ജോലിയുടെ ഭാഗം തന്നെ. കല്യാണത്തിന് ഏകദേശം 3 മാസത്തെ ഗ്യാപ്പ് കിട്ടിയിരുന്നു നിശ്ചയത്തിന് ശേഷം. ആ സമയത്ത് മനസ്സിലായി രാഹുൽ വളരെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന്. പക്ഷേ അന്നത്തെ ആ പൊട്ടബുദ്ധിക്കെടുത്ത തീരുമാനം ഇന്നാകെ വിനയായി എന്ന് പറയാം. തെറ്റായെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മാത്രല്ല, അമ്മയുടെയും അതെ. ജോബല്ലാതെ മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ല. പാട്ടോ ഡാൻസോ സ്പോർട്സ് സിനിമ അങ്ങനെ ഒന്നിലും താല്പര്യമില്ലാത്ത ഒരു അമൂൽ ബേബി. ശരിക്കും പറഞ്ഞാൽ കിടപ്പറയിൽ പോലും എൻ്റെ ഒരു താല്പര്യം നോക്കാറില്ല. എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടങ്ങ് പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് സത്യം. ഇന്നോ നാളെയോ ശരിയാവുമെന്നോർത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ നീണ്ടു പോവുള്ളൂന്ന് ഇപ്പൊ തോന്നുന്നു. പല്ലവി പല്ലവി എന്നൊക്കെ വിളിച്ച് എത്ര എണ്ണം പിന്നാലെ നടന്നതാ കോളേജിൽ വെച്ച്. കാണാൻ അത്യാവശ്യം ഗ്ലാമർ ആയതിന്റെയും ഡാൻസർ ആയതിന്റെയും സുന്ദരമായ ഈ ആകാര ഭംഗിയുള്ളതിന്റെയും കുറച്ച് അഹങ്കാരായിരുന്നു. അതെനിക്കിപ്പോ അങ്ങ് മാറിക്കിട്ടി. ഡിഗ്രി കാലയളവിൽ ആ പ്രണയിച്ചിരുന്ന ആളെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലെന്നും ഓർത്തുപോയി. ഈ രാക്ഷസനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എല്ലാം സ്വാഹ. ഇനിയിപ്പോ സഹിക്കുക തന്നെ. കാർ 3 മലനിരകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സൈഡ് ഗ്ലാസ് ഒന്ന് തുറന്ന് കുറച്ച് ശുദ്ധമായി ശ്വസിക്കണമെന്ന് തോന്നി. പക്ഷേ രാഹുലിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് മിണ്ടാതെയിരുന്നു. ഇതിപ്പോ ഹണിമൂണൊന്നുമല്ല കേട്ടോ. അയാളുടെ 1-2 ബിസിനസ് മീറ്റിംഗ്, കൂടെ ബോസിന്റെ വകെ ഒരു പാർട്ടി. ബാക്കി സഹപ്രവർത്തകരൊക്കെ ഫാമിലി ആയിട്ടാ വരുന്നേ. അതുകൊണ്ട് എന്നെ ഒഴിവാക്കാൻ പറ്റിയില്ല. അതുമാത്രല്ല, പകുതി മലയാളിയായ അയാളുടെ ബോസ് എന്നെ ഫോണിലൂടെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തു. ഇപ്പൊ വേണ്ടായിരുന്നെന്ന് തോന്നി തുടങ്ങി. ഏകാശ്വാസം, മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയാൽ ഒറ്റയ്ക്ക് ഇരിക്കാം. പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്. ഈ മൂന്നാറിലെ തണുപ്പൊക്കെ അടിച്ച് അയാളൊന്ന് ഉഷാറായാലോ. ഇനി ആക്റ്റീവായി കഴിഞ്ഞ് എന്തെങ്കിലും നടന്നാലോ. ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ വണ്ടിയിലിരുന്നു. ഒരു 5 സ്റ്റാർ റിസോർട്ടിലാണ് പാർട്ടി. ഞങ്ങളുടെ വാഹനം വലിയ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടന്നു. വിശാലമായ ഓരോരോ ഏരിയയിലായി സ്ഥാപിച്ചിരിക്കുന്ന കോട്ടേജുകൾ, 1-2 പൂളൊക്കെയുണ്ട്. കാറിലിരിക്കുമ്പോഴേക്കും അതൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. പാർക്കിംഗ് സ്പോട്ടിൽ ഒരുപാട് ആഡംബര വാഹനങ്ങൾ കാണാം. മനോഹരമായ വസ്ത്രം ധരിച്ച ഒരു സെക്യൂരിറ്റി ഓടിയെത്തി. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. സെക്യൂരിറ്റിക്ക് തിരികെ സലാം പറഞ്ഞ് ഞങ്ങൾ ഹാൻഡ് ബാഗും എടുത്ത് റിസപ്ഷനിലേക്ക് നടന്നു. പിന്നാലെ അയാൾ ഞങ്ങളുടെ ലഗേജും എടുത്ത് വന്നു. സുന്ദരികളായ തരുണിമണികൾ ആ റിസപ്ഷൻ ക്യാബിനാകെ അലങ്കരിച്ചിരുന്നു. റിസപ്ഷനിൽ മറ്റാളുകൾ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. അതിനിടയിൽ ബാഗ് എടുത്ത സെക്യൂരിറ്റിക്ക് രാഹുൽ കാര്യമായി 500 നോട്ടെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മാന്യനാ. സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി, നല്ല ജോലി, ഇഷ്ടം പോലെ ക്യാഷ്, പിന്നെ ആണുങ്ങൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നോടുള്ള പെരുമാറ്റം കണ്ടാൽ ഇത് രാഹുൽ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും.
ഇവൻ ഇത്ര സ്നേഹമുള്ള ഭർത്താവാണ്, രാഹുലിനെ കിട്ടിയത് നിന്റെ ഭാഗ്യാണ് എന്ന് പലരുടെയും കമന്റ് എത്ര തവണ കേട്ടു. ആ, കൂടെയുള്ളവർക്കല്ലേ രാപ്പനെ അറിയാൻ പറ്റുള്ളൂ. ഒടുവിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് ബുക്ക് ചെയ്തിരുന്ന കോട്ടേജിലേക്ക് കയറാനുള്ള സമയമായി. ഞങ്ങൾക്ക് ഒരു കോർണറിലായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. ഹണിമൂൺ കപ്പിളല്ലേ, കുറച്ച് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് കരുതി കാണും. നമുക്കല്ലേ അറിയൂ, പ്രത്യേകിച്ച് ഇതിലൊന്നും വലിയ കാര്യമില്ല നീ. അങ്ങനെ അതിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു കിച്ചൺ, വലിയ ഹാൾ, ബെഡ്റൂം, ബാൽക്കണി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ചെറിയൊരു പൂളെന്ന് തോന്നിക്കുന്ന ബാത്ടബോട് കൂടിയ വിശാലമായ ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. വളരെ നല്ല സൗകര്യങ്ങൾ അല്ലേ രാഹുൽ? ഓ, അത് നീ വേറെ നല്ലതൊന്നും കാണാത്തത് കൊണ്ട് തോന്നുക. പരിഹാസം മട്ടിലുള്ളൊരു ചിരിയും. അല്ലെങ്കിലും അയാൾക്ക് ശരിക്കും ഒന്നും തൃപ്തിയാവില്ല. അതിപ്പോ ഞാനായാലും എന്ത് കാര്യമായാലും. ബാൽക്കണിയുടെ ഡോർ തുറന്ന് അങ്ങോട്ടേക്ക് പോയി. മനോഹരമായ കാഴ്ച മൂന്നാറിന്റെ തണുപ്പ് മുഖത്തേക്ക് അടിച്ചു. ഇനി മഞ്ഞുകൊണ്ട് പനിയടിച്ചാൽ ഞാൻ എടുത്തോണ്ട് പോവില്ല കേട്ടോ. ആ വർത്താനം കേട്ടപ്പോ തന്നെ ഞാൻ ഡോറടച്ചകത്തേക്ക് വന്നു. ഒടുവിൽ കുളിക്കും ഡ്രസ് മാറി ഞാൻ പുറത്തേക്ക് വന്നു. അതിനിടയിൽ ബാത്റൂമിലെ കണ്ണാടിയിൽ വെച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. എന്ത് രസം! എന്റെ കൂട്ടുകാരി കാവ്യ കളിയാക്കി പാടുന്നൊരു പാട്ട് ഞാൻ ആ സമയം ഓർത്തു. അവളാണെങ്കിൽ എന്റെ മാതക ഭംഗിയെ വർണ്ണിക്കുന്നത് പോലെയാണ് പാട്ട് പാടുന്നത്. അതിലൽപ്പം കാര്യമില്ലാതില്ല. മെലിഞ്ഞിട്ടാണെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വല്ലാത്ത ഭംഗിയിൽ അങ്ങ് എഴുന്നു നിൽക്കും. അതുകൂടാതെ ഡാൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ശാരീരിക ഭംഗി പ്രത്യേകിച്ച് പറയാനുണ്ടോ? വിശാലമായ എന്റെ അരക്കെട്ടും അതിന് മാറ്റുകൂട്ടുന്ന രീതിയിലുള്ള അരഞ്ഞാണവും കൂടി ആവുമ്പോ പറയാനില്ല. ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? അതിന്റെ ഒപ്പം നല്ല ഒന്നാം തരം നീളത്തിലുള്ള കറുത്ത തലമുടികളും. ഈ ശപ്പനൊന്നും കാട്ടുന്നില്ലല്ലോ ഇതൊക്കെ കണ്ടിട്ട് എന്നോർക്കുമ്പോ സങ്കടം വരുക. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അല്ലാതെ എന്തു പറയാൻ? ഇനി ആലോചിച്ചെന്നാ പുറത്തുനിന്ന് വിളി തുടങ്ങും. കുളി കഴിഞ്ഞ് ചാടി പുറത്തിറങ്ങി കുറച്ച് കുഞ്ഞു മേക്കപ്പൊക്കെ ചെയ്തു. ഞാൻ അയാളെ ഒന്ന് മൂടാക്കാൻ നന്നായി നോക്കി. കുറച്ച് ആർദ്രമായി തന്നെ നോക്കി. ഓരോ ഭാഗങ്ങളും തള്ളി വെച്ചുകൊണ്ട് രാഹുലിന്റെ വീക്ക് പോയിന്റ്സ് തന്നെ പിടിക്കാന്നായിരുന്നു എന്റെ വിചാരം. ഒരു ചെറുചിരിയോടെ പുള്ളി വേഗം വന്നുട്ടോ. മുടിയിഴകളിൽ ചെറുതായി ഒന്ന് തഴുകി. ഞാൻ മെല്ലെ ഓണായി വരികയായിരുന്നു. അടുത്ത നിമിഷം തന്നെ പതിവ് പരിപാടി തുടങ്ങി രാഹുൽ. തലയിൽ കൂടെ എന്റെ ടോപ്പ് എടുത്ത് വായിൽ പറത്തി. പിന്നീട് പെട്ടെന്നായിരുന്നു എന്നെ വേഗം ആ ബെഡിലേക്ക് കുടഞ്ഞു കിട്ടു. നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് സുഖിപ്പിക്ക് രാഹുൽ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ അയാൾ തെറിവിളിയാണ് തുടങ്ങിയത്. അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞിട്ട്. രാഹുൽ പ്ലീസ്, എന്നെ തെറി വിളിക്കരുത്. കഥ പറയാതെ നീ പറഞ്ഞത് ചെയ്യ് എന്ന് പറഞ്ഞ് എന്റെ തലയിൽ ബലമായി ഒന്ന് അമർത്തി. എനിക്ക് സങ്കടം തോന്നി. പക്ഷെ അവനെ സുഖിപ്പിക്കാനുള്ള രീതിയിൽ ഞാൻ നന്നായി തന്നെ ചെയ്തു. അത്യാവശ്യം ഈ 2 മാസം കൊണ്ട് ഞാൻ തരക്കേടില്ലാതെ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. സുഖം കൊണ്ടാവും അവൻ സീൽക്കാര ശബ്ദവുമായിരുന്നു. പക്ഷെ എന്ത് കാര്യം? ആവേശത്തോടെ തന്നെ കലാപരിപാടികൾ തുടങ്ങാൻ നോക്കുവാണ്. രാഹുൽ പ്ലീസ്, ഞാൻ റെഡിയായിട്ടില്ല. ഒന്നുകൂടി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. ഞാൻ തടയാൻ നോക്കിയെങ്കിലും ഓരോന്ന് തുടങ്ങുമ്പോഴേക്കും അവൾ എതിർക്കാൻ തുടങ്ങി. അതൊക്കെ ചെയ്തു തുടങ്ങുമ്പോ ശരിയാവുന്നേ. ഇതും പറഞ്ഞ് പെട്ടെന്നായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല വേദന തോന്നി. ഞാൻ നിലവിളിച്ചു പോയി. രാഹുൽ വേണ്ടടാ, നിന്റെ വേദന ഇതുവരെ മാറിയില്ലേ? ഇത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്. അത്രയും പറഞ്ഞ് അവൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി. ഞാൻ കണ്ണടച്ചു കിടന്നു. എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അനങ്ങാനും പറ്റുന്നില്ല. നിലവിളിച്ചാലോ എന്ന് തോന്നിയെങ്കിലും ഇപ്പോ ഇതൊരു ശീലമായി മാറി. രാഹുലിന്റെ സുഖം കൊണ്ടുള്ള ശബ്ദം എനിക്കിപ്പോ ചെവിയിൽ കേൾക്കാം. അതിനിടയിൽ ഞാനൊന്ന് ഓണായി തുടങ്ങിയിരുന്നു. ചെറുതായല്ല, അത്യാവശ്യം സുഖം കിട്ടി തുടങ്ങിയപ്പോഴേക്കും ഒരലർച്ചയോടെ അവൻ വഴുതി അങ്ങ് വീണു. അവസാനം അതാ ആ ഉഗ്രസ്ഫോടനവും നടത്തി. വെട്ടിയിട്ട വാഴ പോലെ എന്റെ അടുത്തേക്ക് ദാ കിടക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് കുളിക്കാനായി ബാത്റൂമിലേക്കും പോയി.
എനിക്ക് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല. സത്യത്തിൽ ഇതിലും ഭീകരമായിരുന്നു മറ്റു ദിവസങ്ങൾ. എന്റെ പച്ചജീവനെയാണ് അവൻ ഈ ആദ്യ രാത്രിയിൽ തന്നെ കീറി മുറിച്ചത്. ആദ്യമൊക്കെ അറിവില്ലായ്മയാണെന്ന് കരുതി. അതിനെപ്പറ്റി അഡ്ജസ്റ്റ് ചെയ്തു, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒന്നും നടന്നില്ല. പക്ഷെ ഈ ഉപദ്രവം തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് മാറ്റം വരുമായിരിക്കും. എന്നെ പതിയെ സ്ലോയായൊന്ന് ഉണർത്തി. അതിനുശേഷം എന്റെ ഓരോ സൗന്ദര്യവും കവർന്നെടുത്ത് ഒന്ന് നുണഞ്ഞ് നനുത്ത സ്പർശനത്തോടെ ഉണർത്തിയെടുത്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പച്ചയ്ക്ക് പറയണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം മോതിയിട്ട് കാര്യമില്ലല്ലോ. രാഹുൽ കുളി കഴിഞ്ഞു വന്നപ്പോ ഞാൻ ഒന്നുകൂടി കുളി പാസാക്കി. ചെറുതായി കിടന്നു ഉറങ്ങി. 7 മണിയാകുമ്പോഴേക്കും എന്നെ വിളിച്ചുണർത്തി. പാർട്ടിക്ക് പോവാമെന്ന് പറഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്നെ കെട്ടിയൊരുക്കി കൊണ്ടു നടക്കാൻ പുള്ളിക്ക് നല്ല ഇൻട്രസ്റ്റാ. അതിനായി വാങ്ങിയ പാർട്ടി വെയർ സാരി എടുത്തു കൊടുത്തു. മനോഹരമായ സാരിയും പിന്നെ ഡിസൈനർ ബ്ലൗസും ഓരോ ഭാഗവും നന്നായി തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊരു മാല പോലും ഇട്ടിട്ടില്ല. ഒരു കറുത്ത കല്ലുള്ള മുട്ടുകമ്മൽ, കയ്യിലൊരു വാച്ച് മാത്രമാണ് ആഭരണം. എന്റെ ഫേവററ്റ് സ്വർണ്ണ കൊലുസും. മൊത്തത്തിൽ കൊള്ളാം. ഇത് മാത്രം രാഹുലിൽ ഞാൻ കണ്ട ക്വാളിറ്റി. എനിക്ക് എന്ത് ചേരുമെന്ന് നന്നായി അറിയാൻ രാഹുലിന്. ആളും റെഡിയായി, ജെന്റിൽമാൻ ലുക്കിൽ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ബോസും ഭാര്യയും മാത്രമേ എത്തിയുള്ളൂ. ബോസ് നല്ല വെളുത്ത, ഒത്ത വണ്ണവും നീളവുമുള്ള ഒരാൾ. വൈഫ് നന്നേ തടിച്ച ഒരു സ്ത്രീയും. രണ്ടുപേരും നല്ല പെരുമാറ്റം. ബോസ് കന്നഡയും മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് സംസാരിക്കുന്നേ. മാഡം ഇംഗ്ലീഷും. കുറച്ചുനേരം കത്തിവെച്ച ശേഷം ഞങ്ങൾ ഒരു ഇരിപ്പിടത്തിലേക്ക് മാറി. ആളുകൾ വരുന്നതേ ഉള്ളൂ. ഒരു 15 ഫാമിലി ഉണ്ട്. കുറച്ചു സമയത്തിനകം അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ബോസ് മൈക്കിൽ കൂടി പരിപാടികൾ തുടങ്ങി വെച്ചു. ഡ്രിങ്ക്സ് അടിക്കുന്നവർ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. അതിലേക്ക് രാഹുലും കടന്നു. തെണ്ടി കഴിക്കുന്നുവെന്ന് എന്നോട് ചോദിച്ചു പോലുമില്ല. ഈ കുറച്ച് ജാടക്കാരികളാണ് എനിക്ക് കമ്പനി കിട്ടിയത്. അവരുടെ കത്തിയും കേട്ടിരുന്നു. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് കോള് വന്നു. ഞാൻ അപ്പോഴത്തേക്ക് മാറി. നന്നായി, ഈ കോള് വന്നത് രക്ഷപ്പെട്ടു. എന്നെ അത് കണ്ട് ശ്രദ്ധിച്ചെന്ന വണ്ണം ബോസ് എന്റെ അടുത്തേക്ക് വന്നു. പല്ലവി, എന്താ ഇവിടെ? പ്ലീസ് കം ജോയിൻ വിത്ത് us. സർ, അതൊന്നുമല്ല, ഫോൺ വന്നപ്പോ സംസാരിക്കാൻ വന്നതാ. ആദ്യം അയാൾ എന്നെ അങ്ങോട്ട് പോകാൻ വിളിച്ചെങ്കിലും എന്നെ അവിടെ നിർത്തി സംസാരിക്കാൻ അയാൾക്ക് താല്പര്യമുള്ളതുപോലെ തോന്നി. ആക്ച്വലി പല്ലവി എന്താ പഠിച്ചത്? ഞാൻ MA എക്കണോമിക്സ്. ഓ ഗ്രേറ്റ്. തനിക്കൊരു ഡ്രിങ്ക് എടുക്കട്ടെ? ഏയ്, ഇപ്പോ വേണ്ട സാർ. പക്ഷെ സത്യത്തിൽ എനിക്കൊരു ബിയർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്റെ ആ മറുപടിക്ക് കാത്തു നിൽക്കാതെ ബോസ് പോയി എന്റെ മനസ്സറിഞ്ഞ വണ്ണം ഒരു ചിൽഡ് ബിയർ ബോട്ടിലുമായി വന്നു. സംസാരം തുടർന്നു. ഇടയ്ക്ക് അയാളുടെ കണ്ണുകൾ എന്റെ ശരീരം ആസ്വദിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. അത് ഉറപ്പിക്കാൻ എന്ന വണ്ണം അയാളുടെ ഒരു ഡയലോഗും. പല്ലവി, യു ലുക്ക് ലൈക്ക് സൗത്ത് സ്റ്റാർ സായി പല്ലവി. റിയലി ബ്യൂട്ടിഫുൾ. ഞാനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അയാൾ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. രാഹുൽ അതാ അവിടെ നല്ല ഫോമിലാ. ഒച്ചയും ഡാൻസും ആകെ ബഹളം. അതിനിടയിൽ മൈക്ക് എടുത്തൊരു അനൗൺസ്മെന്റും. പല്ലവി, ഡിയർ പല്ലവി. സാർ, രാഹുൽ വിളിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ വേഗം അവിടുത്തെ സ്റ്റേജിനടുത്തേക്ക് ചെന്നു. എന്റെ കൊളീഗ്സ്, ഇതാണ് എന്റെ വൈഫ് പല്ലവി. പല്ലവി ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഡാൻസ് കളിക്കും. പെട്ടെന്ന് കേട്ട് ഞാനൊന്ന് ഞെട്ടി. വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും രാഹുലും ഫ്രണ്ട്സും വിട്ടില്ല. ഒടുവിൽ അവരുടെ നിർബന്ധം സഹിക്കാതായപ്പോൾ ഞാൻ മുന്നിലേക്ക് വന്നു. ആരോ സോങ് പ്ലേ ചെയ്യുന്നു. സാരിയുടെ തലപ്പെടുത്ത് അരിയിൽ ചൊരുക്കി ഞാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു. ഒരു ക്ലാസിക്കൽ സോങ്ങിന്റെ കൂടെ ഞാൻ പതിയെ ചുവടുകൾ വെച്ചു. ആ ഡാൻസിൽ കൂടി എന്റെ അഴകളവുകൾ എല്ലാ ബോയ്സിന്റെയും കണ്ണുകൾ അളന്നെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ക്രൂരമല്ല, ആസ്വദിക്കാൻ പറ്റുന്നു. എന്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ പാർട്ടി ഡാൻസ് ഏറ്റെടുത്തു. കുറെ പെണ്ണുങ്ങളും കൂടി. പിന്നെ അടിപൊളി മേളായിരുന്നു അവിടെ. അതിനിടയ്ക്ക് കുറെ പേർ ഭക്ഷണത്തിന്റെ കാര്യം അറിയുകയും ചെയ്തു. ഞാൻ പഴയ സ്ഥലത്ത് തന്നെ വന്ന് നിന്നു. പിന്നാലെ ബോസും.
വീണ്ടും പഴയ പോലെ സംസാരം തുടങ്ങും. അതിനിടയിൽ നല്ല വോയിസ് മോഡുലേഷൻ, മൈൻഡ് റീഡിംഗ് പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആൾ ഇങ്ങനെ ചോദിക്കുന്നത്. പല്ലവി, തനിക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് മാറി നിന്നാലോ? എനിക്ക് സന്തോഷായി. അതിനെന്ത് സാർ, ഞാൻ വന്നപ്പോഴവിടെ ഒരു പൂൾ കണ്ടിരുന്നു, അവിടേക്ക് പോവാം. ഓഫ് കോഴ്സ്. കയ്യിൽ 2 ബിയർ ബോട്ടിലും എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇടയ്ക്ക് ആളിനെ മുട്ടിയുരുമാൻ നോക്കുന്നുണ്ടോ എന്ന് ഡൗട്ട്. അവിടെയുള്ള ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ചുമ്മാ സംസാരിച്ചു. അതിനിടയിൽ രാഹുൽ ഒരു ലക്കി മാനാണ് കേട്ടോ, തന്നെ പോലൊരു സുന്ദരിയെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു ചിരി കൊണ്ട് അതിന്റെ ബാക്കി ബ്ലോക്ക് ചെയ്തു. നമുക്കല്ലേ അറിയുള്ളൂ. ഞാൻ അറിയാതെ പിറുപിറുത്തു. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സാർ. അല്ല പല്ലവി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ ഒഴിഞ്ഞു മാറി. നമുക്ക് പോയാലോ സാർ? ഞാനത് ചോദിച്ചത് കൊണ്ട് താൻ പോവേണ്ട കേട്ടോ. തനിക്ക് നാച്ചുറലായ പൂൾ ഇഷ്ടാണെങ്കിൽ ഈ റിസോർട്ടിന്റെ എൻഡിലുണ്ടൊരെണ്ണം, നല്ല സൂപ്പറാ. അങ്ങനെ അതുകൊണ്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. അത് മാത്രല്ല, ആ പാർട്ടി സ്ഥലത്തേക്ക് പോയാൽ ബോറന്മാരെ സഹിക്കണം. ഉടനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. കല്ലുകൾ കൊണ്ടൊരു നടപ്പാതയുണ്ട്. അതിനിടയിൽ 15 മിനിറ്റോളം നടന്നപ്പോൾ കുളത്തിന്റെ ദൃശ്യം കണ്ടു തുടങ്ങി. അടുത്തെത്തിയപ്പോ എന്ത് രസം! ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം എവിടുന്നോ കേൾക്കുന്നു. മറ്റൊരു ശബ്ദങ്ങളുമില്ല. സൂപ്പർ! ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ടുണ്ട് സാർ. നാച്ചുറൽ എപ്പോഴും സുന്ദരമായിരിക്കും പല്ലവി, തന്നെ പോലെ. ബോസിന്റെ ആ കമന്റ് എനിക്ക് നന്നേ ബോധിച്ചോട്ടോ. അത് മാത്രല്ല, ഈ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പുകഴ്ത്തലുകൾ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് അവിടെ നിന്ന് ഫോട്ടോയും എടുത്തു. അതെ സാർ, നമുക്ക് എവിടെ നിന്ന് അങ്ങോട്ട് പോയാലോ? രാഹുലിന് ഇതൊക്കെ ഇഷ്ടാതിരിക്കോ? ഞാനൊന്നങ്ങനെ പറഞ്ഞു. അതെയോ, പോണോ നമുക്ക്? ഐ തിങ്ക് രാഹുലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. ശരിയാണ്, രാഹുലിനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വേറൊരാളുടെ കൂടെ നിൽക്കുന്നതിൽ കൺസേൺ ഒന്നും ആവുന്ന ആളെ അല്ല. പക്ഷേ എനിക്കെന്തോ നമ്മളായിട്ടിനി ഏണി പിടിക്കണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. ഒടുവിൽ അയാളുടെ അഭിപ്രായം പോലെ അവിടെ തന്നെ നിന്ന് സംസാരിക്കാം എന്ന് തീരുമാനിച്ചു. കുറെ കഴിഞ്ഞപ്പോഴേക്കും അയാൾ വീണ്ടും തുടങ്ങി. നിങ്ങൾ തമ്മിൽ എന്തോ ചേരാഴികയുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും താനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ലല്ലോ. എനിഹൗ, ഞാൻ അതിലിടപെടുന്നില്ല. ഞാൻ മിണ്ടാതെ തലകുനിച്ചു. അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. അവിടെ എത്തുമ്പോഴേക്കും പരിപാടി പൂർണ്ണമായി കഴിഞ്ഞിരുന്നില്ല. കുറച്ചാളുകൾ ആഹാരം കഴിക്കുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവരവരുടെ കോട്ടകളും കോട്ടേജുകളിലേക്കും മടങ്ങി. അന്ന് രാത്രിയും രാഹുലിന്റെ ഒറ്റയാൽ പ്രകടനം ഉണ്ടായിരുന്നു. എല്ലാം സഹിച്ച് മിണ്ടാതെ കിടന്നു. നാളെ മുതൽ 2 ദിവസത്തേക്ക് ഇയാളുടെ ശല്യം കാണില്ലല്ലോ, ഞാൻ മനസ്സിലോർത്തു. പിറ്റേന്ന് രാവിലെ തന്നെ രാഹുൽ മീറ്റിങ്ങിനായി ഇറങ്ങി. ഉച്ചയ്ക്ക് വരാമെന്നേ പറഞ്ഞത്, പക്ഷെ വൈകിട്ടേ എത്തുള്ളൂ, ഉറപ്പാ. നന്നായി ഒന്ന് കുളിച്ച് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. അതിനിടയിൽ കോളിംഗ് ബെല്ലായി. ഞാൻ ഓടിച്ചെന്ന് ഡോർ തുറന്നു. രാഹുലാണെന്ന് വിചാരിച്ചേ. അകത്തേക്ക് വരാമോ പല്ലവി? സാറായിരുന്നു അത്. ആ, കമിൻ സർ. രാഹുലാണെന്ന് കരുതി ഞാൻ വേഷം മാറാൻ പോലും മെനക്കെട്ടിരുന്നില്ല. ഒരു ലൂസ് ടീഷർട്ട്, ഒരു കുഞ്ഞു ഷോർട്സുമായിരുന്നു വേഷം. പിന്നെ ഉള്ളിലതൊന്നും ഇല്ലതാനും. നല്ല ക്ലിയർ വ്യൂ ആണ് എല്ലാം. ഞാൻ ആകെ നിന്ന് ആ തണുപ്പിലും വിയർത്തു. സർ വെയിറ്റ്, ഞാൻ വേഷമൊന്ന് മാറട്ടെ. വേണ്ടടോ, താൻ ഇങ്ങ് വാ. രാഹുലിന്റെ മീറ്റിംഗ് ഡിലേ ആണ്, രാത്രിയാകും വരാൻ. ഫുഡ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് പറയാൻ വന്നതാ. അങ്ങോട്ട് വരില്ലേ? തന്റെ നമ്പർ എന്റെ കയ്യിലില്ല, അതാ നേരിട്ട് വന്നത്. ഓക്കെ സാർ, ഞാൻ വരാട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. അയാളെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി എന്നായിരുന്നു മനസ്സിൽ. പിന്നെ മാറ്റാൻ മാത്രം അത്ര മോശം വേഷമല്ലാട്ടോ ഇത്. ഈ വേഷത്തിലും കാണാൻ താൻ കൂടുതൽ സുന്ദരിയാണ്. ഇതേ വേഷത്തിലാണെങ്കിൽ ആഹാരം കഴിക്കുന്നത് എന്തിനാ? ഈ മാതളപ്പഴങ്ങൾ മതിയാവോളം ആസ്വദിക്കാനുണ്ടല്ലോ. ഒരു സ്പാർക്ക് പെട്ടെന്ന് എനിക്ക് ശരീരത്തിലൂടെ പാഞ്ഞുപോയി. എന്റെ ഞെട്ടൽ കണ്ട് സാർ പറഞ്ഞു, അല്ല മാധവി, അല്ല പല്ലവി, ഞാൻ ആ മാതളമാട്ടോ ഉദ്ദേശിച്ചത്. അവിടെ ടേബിളിൽ ഇരിക്കുന്നത്. അയാൾ അത് ചൂണ്ടിക്കാണിച്ചു. അവിടെ അതാ മാതളപ്പഴം ഇരിക്കുന്നു. താൻ വരുമ്പോൾ സാരി ഉടുക്കൂ, പറ്റുമെങ്കിൽ കേട്ടോ. അവിടെ കുറെ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. താൻ നല്ല ഫോട്ടോജനിക്കാണ്.
സുന്ദരിയും. തന്റെ ഇൻസ്റ്റാ പിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മോശമല്ലാത്തൊരു ഫോട്ടോഗ്രാഫറാ, അതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് എടുക്കാം. അയാളുടെ ആ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ ഒരു ഫീല്. രാഹുലിന്റെ ഭാഗത്തു നിന്നും ഇതുപോലെ ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. വിവാഹത്തിന് ശേഷം റെഡിയാവുന്നതിനിടയിൽ വരെ ഇതൊക്കെയായിരുന്നു എന്റെ ചിന്ത. പാവം, എന്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ വരെ പുള്ളി തപ്പിപ്പിടിച്ചു നോക്കി. അതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും ഫോട്ടോസിൽ എനിക്കുള്ള താല്പര്യം. ഒരു റോസ് കളർ സാരിയും മാച്ചിങ് ബ്ലൗസുമാണ് ധരിച്ചേ. അതിൽ ഞാൻ നല്ല സൂപ്പർ ആണെന്ന് രാഹുൽ എപ്പോഴും പറയാറുണ്ട്. പിന്നെ കുറെ നാൾ ഇങ്ങനെ തന്നെ പോയി. ഇപ്പോ ഞാൻ ഏതിട്ടാലും എങ്ങനെ ഇട്ടാലും ആൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആവണം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അപ്പീലിന്റെ ചിന്തകളൊന്നുമില്ല. കുറെ കഴിയുമ്പോഴേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോഴേക്കും അവിടെ ബോസ് ഉണ്ട്. ഒറ്റയ്ക്കാണ് ആള്. സാർ മാത്രമേ ഉള്ളൂ ഇവിടെ. അവരൊക്കെ എന്തേ? അവിടെ ഇരുന്ന് സംസാരിക്കാൻ നമുക്ക്. ബാക്കി എല്ലാവരും ഒന്ന് പുറത്തു പോയിരിക്കാണ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു വരും കേട്ടോ. കുറച്ചു കഴിയുമ്പോഴേക്കും അയാൾ ഡാൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ദത്തത്തെ കുറിച്ചൊക്കെയുള്ള അയാളുടെ നല്ല അറിവ് കണ്ടപ്പോഴേക്കും എനിക്ക് അയാളോടുള്ള മതിപ്പ് വീണ്ടും കൂടി. തനിക്ക് ഫോട്ടോസ് എടുക്കണ്ടേ? ഞാൻ ബാൽക്കണിയിലേക്ക് പോകും. ക്യാമറ എടുത്തിട്ട് വരാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നൈസായിട്ടുള്ള പിക്കുകൾ എടുത്താലോ? ഞാൻ എന്ത് പറയണമെന്ന് ആലോചിച്ചു. അയാൾ ഉദ്ദേശിച്ചത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. നന്നായി തന്നെ എന്റെ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അയാളുടെ കണ്ണുകൾ പരതുന്നുണ്ടായിരുന്നു. ഓക്കെ ആണോ? ഈശ്വര, എന്തു പറയും? വേണോ അതോ വേണ്ടയോ? പുള്ളി അകത്തേക്ക് കയറി എന്നെ വിളിച്ചു. ഞാൻ മടിച്ചു പിന്നാലെ നടന്നു. അതിനിടയിൽ ഒന്ന് ഡാൻസ് ചെയ്യാമോ എന്നായിരുന്നു ആളുടെ സംസാരം. സർ, ഇവിടെ വെച്ച് അത് വേണോ? പ്ലീസ് പല്ലവി, നമ്മൾ മാത്രല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ് ഇട്ടൂടെ? അയാൾ പെട്ടെന്ന് തന്നെ ഫോണിലതാ ഒരു പാട്ട് വെച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഡാൻസിനെ പറ്റി നല്ല ധാരണയുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞാൻ അപ്പോഴേക്കും നല്ല ഉഷാറായി കേട്ടോ. 1-2 സ്റ്റെപ്പ് ഇടുമ്പോഴേക്കും തന്നെ ഞാൻ ഓർത്തു, ആൾക്കിപ്പോ നല്ല ഒന്നാന്തരം കണി കിട്ടുന്നുണ്ടാവും. കാരണം എന്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം ഓരോ ഭാഗവും തുളുമ്പി പുറത്തേക്ക് വരുന്നതിപ്പോ ആള് കാണുന്നുണ്ടാവും. എനിക്കത് നാണം വന്നു. ആ നാണിച്ചാകെ ചുവന്ന മുഖത്തോടെയാണ് ഞാൻ സ്റ്റെപ്പ് ഇട്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ വിഷ്വൽസ് ഒക്കെ ടിവിയിൽ കാണിക്കാൻ തുടങ്ങി സാർ. ക്യാമറ ടിവിയുമായി പെയർ ചെയ്തു. വളരെ നല്ല പിക്സ് വീഡിയോസുമുണ്ട്. സാർ സൂപ്പർ ക്യാമറമാൻ ആണല്ലോ. ബിസിനസ് ഇല്ലെങ്കിലും ജീവിക്കാമല്ലേ? ഞാൻ കളിയാക്കി. അല്ല, ബാക്കി കൂടെ കാണു താൻ. പിന്നീടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോ ഞാൻ കോരി തരിച്ചുപോയി. എന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു. ചിലതിൽ നന്നായി ഷേപ്പുകൾ എടുത്തു കാണാം. ചിലതിൽ മറ്റു പല ഭാഗങ്ങളും തെളിഞ്ഞും കാണുന്നു. ശേ, എനിക്ക് നാണം വന്നുപോയി. എന്തു പറ്റി പല്ലവി? നാണം വരുന്നുണ്ടോ? ഈ പോസിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ തനിക്ക്? എനിക്ക് എന്തോ പോലെ തോന്നി പെട്ടെന്ന്. പല്ലവി, നോക്കടോ, എന്ത് സൂപ്പറാണ് താൻ. ശേ, എനിക്ക് നാണം വന്നു. അല്ല, സമയം ഒരുപാടായില്ലേ? തനിക്ക് വിശക്കുന്നുണ്ടോ? നമുക്ക് കഴിക്കണ്ടേ? ഫുഡ് വരാൻ ഇനിയും 1/2 മണിക്കൂർ വൈകും. ആ മാതളം കഴിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോ കഴിച്ചേനെ. ഞാനൊന്ന് ഞെട്ടി. ഒരു ഉൾക്കിടലത്തോടെ അദ്ദേഹത്തെ നോക്കി. അല്ല പല്ലവി, തന്റെ റൂമിലുണ്ടായിരുന്ന മാതളം രാഹുൽ എന്തായാലും അത് കഴിക്കില്ലെന്ന് മനസ്സിലായി. ചുമ്മാ നശിപ്പിച്ചു കളയുന്നത് എന്തിനാ? കഴിക്കുന്നവർ കഴിക്കട്ടെ. ഒരു മിന്നലടിച്ച പോലെ ഫീലായിരുന്നു എനിക്ക്. ആളെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കത് മനസ്സിലായെന്ന് ആൾക്കും മനസ്സിലായി. പക്ഷെ രാഹുലിന്റെ കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റി. സാർ, ഇവിടെ മാതളമില്ല. അപ്പോഴേക്കും അയാൾ ചിരിച്ചു. അതെ അതെ, പക്ഷെ ഇവിടെ തണ്ണിമത്തനുണ്ട്. എനിക്ക് അതത്ര ഇഷ്ടമല്ല. ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. പുള്ളിയുടെ വൈഫിനെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാൻസിന്റെ പ്രാക്ടീസ് നിർത്തിയതിനൊക്കെ എന്നെ ഉപദേശിച്ചു. ലുക്ക് പല്ലവി, താൻ ഈ ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. താൻ ഡാൻസ് കളിച്ചാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. ഒരു കാര്യം വെച്ചാലും താൻ ഡാൻസ് ഒന്നും കൈവിടരുത്.
അയാളൊരു വാത്സല്യത്തോടെ മുതിർന്ന സഹോദരനെ പോലെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷായി. രാഹുൽ ഒരിക്കലും എന്റെ ഡാൻസിൽ പ്രത്യേകിച്ച് ആത്മാർത്ഥമായി ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. കുറച്ചു കഴിയുമ്പോഴേക്കും അവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. സംസാരത്തിനിടയിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം മാത്രം മതി, ഞാൻ വല്ലാതെ ഓണായി. എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. അതിനു മുന്നേ എനിവേ തന്നെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കെങ്കിലും അങ്ങോട്ടേക്ക് പോയാലോ? അയാൾ അതിനു മുന്നേ എന്റെ അടുത്തേക്ക് വന്നു. നനച്ചിരിക്കാതെ നേരത്ത് പെട്ടെന്നൊരു കെട്ടിപ്പുണരൽ. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതിന് മുന്നേ എന്നെ അയാൾ നന്നായി ഒന്ന് അമർത്തി. നല്ല ജെന്റിലായിട്ടാണ് ചെയ്തതെങ്കിലും പെട്ടെന്ന് അങ്ങനെ, അതും ഞാൻ നനച്ചിരിക്കാത്ത നേരത്ത്, ഒരു സ്ഫോടനമുള്ളിൽ നടന്നോ എന്നെനിക്ക് സംശയം തോന്നിപ്പോയി. അതുപോലെയായിരുന്നു വികാരം കൊണ്ട് ഞാൻ അങ്ങ് വല്ലാതെ ഉഴറിപ്പോയ അവസ്ഥ. ഇത്രയും നേരം ഒരു കണക്കിനാണ് ഇതൊക്കെ പിടിച്ചു വെച്ചോണ്ടിരുന്നത്. പക്ഷേ ഈ സ്പർശന സുഖത്തിലേക്ക് അതെത്തിയപ്പോ കൈവിട്ടു പോയോ എന്നുള്ള അവസ്ഥയായി. ശരി സാർ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം എന്നും പറഞ്ഞ് വേഗം ബാൽക്കണിയിലേക്ക് പോവാൻ നിന്നു ഞങ്ങൾ രണ്ടാളും. അതിനിടയിൽ ഞാനോടി ബാത്റൂമിലേക്ക് കയറി. അകത്തേക്ക് നോക്കിയപ്പോ കണ്ട കാഴ്ച മുഴുവൻ നനഞ്ഞു, ആകെ നാശായിട്ടുണ്ട്. ശേ, ഇത്രയും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം എന്തൊക്കെയാ ചെയ്തേ? പിന്നെ അത് മാത്രല്ല, അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഇത്രയും ഫീൽഡൊന്ന് ടച്ച് ചെയ്തപ്പോ തന്നെ എനിക്ക് വല്ലാത്ത വികാരം വന്നു. രാഹുലിന് ഇത്രയും കാലമായിട്ട് ഇതിന്റെ പകുതി പോലും എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. ഇനി ഏതായാലും ഇത് കഴുകാതെ ഇടാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ കൊണ്ടുപോകും? കയ്യിൽ കവറൊന്നുമില്ല. ഒടുവിൽ അത് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വേസ്റ്റ് ബിന്നിലിട്ടു. കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഒന്നുകൂടി എന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കൺട്രോൾ മുഴുവനായും പോയേനെ. പല്ലവി, വേഗം വരൂ, ഫുഡ് വന്നു. അങ്ങനെ അയാളുടെ അടുത്തിരുന്ന് ഫുഡ് കഴിച്ചു. അതിനിടയിൽ, എന്താ പല്ലവി, വെള്ളച്ചാട്ടം കണ്ടോ? ഞാൻ വീണ്ടും ഞെട്ടി. അദ്ദേഹത്തെ മുഖമുയർത്തി നോക്കി. അതല്ല പല്ലവി കുട്ടി, താൻ ബാത്റൂമിൽ കയറി ലേറ്റായപ്പോ ഞാൻ കരുതി അവിടെ പുറത്തേക്ക് നോക്കിയാൽ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം കാണാം, അത് കണ്ടു കാണുമെന്ന്. കണ്ടായിരുന്നോ? ഞാൻ അർത്ഥം വെച്ച് ചെറുതായിരുന്നു മൂളി. അതല്ലടോ, റിയൽ വെള്ളച്ചാട്ടം, നാച്ചുറൽ ആയിട്ടുള്ളത്. കണ്ടാൽ തനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടപ്പെടും. രാഹുൽ അതൊന്നും തന്നെ കാണിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും താഴേക്ക് നോക്കി മൂളുക മാത്രം ചെയ്തു. അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. വേഗം ഫുഡ് കഴിച്ച് എഴുന്നേറ്റു. ആ, താൻ നിർത്തിയോ? ആ മതി സാർ. ശരി, എങ്കിൽ ഞങ്ങൾ പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാഹുൽ വന്നു. ശരി, എങ്കിൽ നമുക്ക് പോയാലോ? പോകാം. അങ്ങനെ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. റൂമിൽ ചെന്നപ്പോഴേക്കും രാഹുൽ അടുത്തിടയിൽ കാര്യമായി തന്നെ പണി തുടങ്ങിയിരുന്നു. എന്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം, സന്തോഷവും പിന്നെ ആശങ്കയും, പല ചിന്തകളായി. ഒരു കെട്ടിപ്പിടുത്തമേ നടന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ലേ നടന്നുള്ളൂ എന്നോർത്തൊരു ആശ്വാസവും. അതിൽ കൂടുതൽ നടന്നില്ലല്ലോ എന്നോർത്തപ്പോ ഒരു സമാധാനം. പക്ഷേ മനസ്സിലടക്കി പിടിച്ചിരുന്ന വികാരങ്ങൾ അതിപ്പോഴും പ്രത്യേകിച്ച് അങ്ങനെ തന്നെ. അതിൽ സങ്കടവും. പക്ഷേ അയാളൊരു നല്ല മനുഷ്യനാണ്. തൊട്ടാൽ പൊട്ടുന്ന പരുവത്തിലാണ് ഞാൻ. ഇതുവരെ എനിക്ക് നന്നായി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും പുള്ളിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അതിനിടയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. കുറെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ദിവസമായിരുന്നു. ഉറങ്ങിയെണീറ്റപ്പോഴേക്കും പുള്ളിയോടായിരുന്നു എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ താല്പര്യം. രാഹുലിന് വെറുതെയല്ല ബോസിനോട് ഇത്ര സ്നേഹം. നല്ലൊരു ജെന്റിൽമാനാണ്. എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ അയാൾ മുതലാക്കാൻ ശ്രമിച്ചേനെ. പക്ഷേ ശരീരത്തിൽ അവിടെയും ഇവിടെയുമൊക്കെ അയാൾ അരോചകമായി ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തില്ല. എനിക്കതൊക്കെ വിചാരിച്ചപ്പോ തന്നെ വീണ്ടും ഒരു നീരൊഴുകാൻ തുടങ്ങി. ഒരു പുഴ തന്നെ. കുളിച്ചൊന്ന് ഫ്രഷായി വന്നു. ഒരു പിങ്ക് കളർ ലൂസ് ടീഷർട്ടും ഷോർട്സും എടുത്തിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബോസിനെ പറ്റി ഞാൻ ആലോചിക്കാതിരുന്നില്ല. കുറച്ചു കഴിയുമ്പോഴേക്കും ഒരു 7 മണിയായി. വൈകിട്ട്. ഹോ, രാഹുലായിരിക്കും എന്ന് വിചാരിച്ച് കോളിൽ ബെല്ല് കേട്ടപ്പോഴത്തേക്കും ഞാൻ പോയി ഡോർ തുറന്നു. ബട്ട് സാറല്ല.
അവിടുത്തെ റിസോർട്ടിലെ ജോലിക്കാരൻ ഫുഡ് എന്ത് വേണം എന്ന് ചോദിക്കാവുന്നതാ. നിരാശയായിരുന്നു എനിക്ക്. അയാളുടെ ക്രൂരമായ ആ തുറച്ചു നോട്ടം കണ്ടപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി. ഫുഡ് വേണ്ടത് ഇഷ്ടപ്പെട്ടത് പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്തു. കുറച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും ഡോറിലേക്ക് തട്ടൽ. ഡോർ തുറക്കാനായി പോകുമ്പോഴേക്കും ആരാണെന്ന് ഉറപ്പുവരുത്താനായി ഞാൻ വീണ്ടും ചോദിച്ചു, ഹൂസ് ദാറ്റ്? പല്ലവിക്കുട്ടി, ഇത് ഞാനാണ്. ആവേശത്തോടെ ഞാൻ വാതിൽ തുറന്നു. ബോസ് അകത്തേക്ക് വന്നു. കയ്യിലെന്തോ ചെറിയൊരു പാക്കറ്റും ഉണ്ട്. ആഹാ, സൂപ്പർ! ഈ വേഷവും തനിക്ക് നന്നായി ചേരുന്നു. സോറി, ഒരു തിരുത്തുണ്ട്. എന്താണ് സാർ? ഏത് വേഷവും നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല. താൻ നല്ല സുന്ദരിയായതുകൊണ്ട് ഏത് ഡ്രസ് ഇട്ടാലും ഓക്കെയാണ്. പക്ഷെ വേറൊരു കാര്യം, ഇങ്ങനത്തെ ഡ്രസ്സ് കുറച്ചധികം എക്സ്പോസ് ആക്കുന്നുണ്ട് തന്നെ. ഞാൻ ചിരിച്ചു. കുറച്ചു കഴിയുമ്പോഴേക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞു. അതിനിടയിൽ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. വേറെ ഒന്നുമല്ല, വൈറ്റ് ഷോർട്ട്സ് ആയിട്ടിരിക്കുന്നേ. അതിൽ ഇപ്പോഴെങ്ങാനും ചെറിയൊരു നീർപ്പുഴ ഒഴുകി കഴിഞ്ഞാൽ എല്ലാം സാറിന് വ്യക്തമാകും. അതുകൊണ്ട് ഡ്രസ്സ് മാറാൻ പോവാൻ പറഞ്ഞപ്പോ പുള്ളി വേണ്ടെന്ന് തന്നെ പറഞ്ഞു. എങ്കിൽ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിനിടയിൽ ഞാൻ തിരിഞ്ഞു മുറിയിലേക്ക് നടക്കാൻ പോയതും എന്നെ അയാളൊന്ന് തടഞ്ഞു. എനിക്ക് അഭിമുഖമായി നിന്നു ഞാൻ. അതെ, ഇങ്ങനെ നനഞ്ഞത് കൊണ്ടാണോ അതവിടെ കളഞ്ഞിട്ട് പോയത്? ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് സംശയത്തോടെ നോക്കി. അദ്ദേഹം കൊണ്ടുവന്ന പാക്കറ്റിൽ അതിൽ കണ്ടിരുന്ന ആ സാധനം കണ്ടപ്പോൾ തലയിലൊരു അടി കിട്ടിയ പോലെ നിന്നുപോയി ഞാൻ. ഞാനവിടെ കളഞ്ഞിട്ട് വന്ന എന്റെ ആ ഡ്രസ്സിന്റെ ഒരു സാധനമായിരുന്നു. ഇപ്പോഴുമുണ്ട് അതിൽ നനവ്. പല്ലവി, പറയൂ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. നാണത്താൽ എന്റെ ദേഹം മുഴുവൻ വിറച്ചു തുടങ്ങിയിരുന്നു. അയാളത് എനിക്ക് നേരെ നീട്ടി. ഞാനത് വാങ്ങി ബെഡ്റൂമിലേക്ക് പോയി. എന്നെ ഫോളോ ചെയ്ത് ആൾ ആ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന എന്റെ അടുത്തേക്ക് വേഗം വന്ന് എന്റെ പിന്നിലായി സാർ നിന്നു. എനിക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ തുടങ്ങുന്നതിന് മുന്നേ അയാൾ പിന്നിൽ നിന്ന് എന്നിലേക്കൊന്ന് അമർന്നിരുന്നു. ഒരു ഉഗ്രപുരുഷന്റെ ആ കത്തുന്ന പൗരുഷം എന്റെ പിന്നിൽ ഞാൻ അറിഞ്ഞു. എനിക്ക് ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. സാർ, ഡോർ ലോക്കഡല്ല. ഒരു നിമിഷത്തേക്ക് എന്നെ സ്വതന്ത്രയാക്കി ഡോർ ലോക്ക് ചെയ്ത അയാൾ ഓടി വന്നു. അടുത്ത നിമിഷം എന്നെ വാരിയെടുത്തു, ഒരു കുഞ്ഞിനെ പോലെ. ആ ബെഡിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു വീണു. പിന്നീട് അവിടെ പറയാൻ എനിക്ക് വയ്യ. അത്രയ്ക്ക് നാണായി പോവും. എന്റെ വായിൽ നിന്ന് അറിയാതെ സീൽക്കാര ശബ്ദങ്ങൾ വന്നുപോയി, ഒന്നിനു പിറകെ ഒന്നൊന്നായി. അത് മാത്രല്ല, സാറിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ കാട്ടിയത്. സുഖത്തിന്റെ കൊടുമുടിയിൽ അതെ, ഒരു പുരുഷനിൽ നിന്ന് ഞാൻ ആദ്യമായി ആ സംതൃപ്തി അനുഭവിച്ചിരിക്കുന്നു. എന്നിൽ നിന്നുള്ള ആ ഉഗ്രസ്ഫോടനം അയാളിലേക്ക് ഞാൻ തെറിപ്പിച്ചു വീഴ്ത്തി. എന്റെ ആ കിതപ്പും വല്ലാതെയുള്ള ഞെട്ടി വിറച്ചുള്ള ആ പുളച്ചിലും ഇടച്ചിലൊക്കെ കണ്ടിട്ടാവും അല്പസമയം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. നൂൽബന്ധമില്ലാതെ ആ കട്ടിൽ കിടന്നുള്ള എന്റെ പുളച്ചിലൊക്കെ അത്രയും സാർ ആസ്വദിച്ചു. അടുത്ത നിമിഷം എന്നെ ഇത്ര സുഖിപ്പിച്ചതിന് തിരിച്ചങ്ങോട്ടുള്ള പ്രതിവിധിയായി ഞാൻ സാറിനും എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ എല്ലാം ചെയ്തു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ എന്റെ പെർഫോമൻസിനെ പുള്ളി നന്നായി അഭിനന്ദിച്ചു. താനെന്ത് സൂപ്പറായിട്ടാ ചെയ്യുന്നേ, ഇത്രയും എക്സ്പേർട്ടായോ ഈ 2 മാസം കൊണ്ട്? രാഹുൽ ചില്ലറക്കാരനല്ലല്ലോ, ഇതൊക്കെ പഠിപ്പിച്ചല്ലേ. എനിക്ക് ശരിക്കും ആ അപ്രിസിയേഷൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചിരിച്ചു, അല്പം വശ്യമായി തന്നെ. നന്നായി കണ്ടാസ്വദിച്ച് തൊട്ടാസ്വദിച്ച് ഒടുവിൽ നുകർന്ന് ആസ്വദിച്ചു. ഞങ്ങൾ പരസ്പരം ഒന്നായി. അങ്ങോട്ടും ഇങ്ങോട്ടും കിതച്ചും വിയർപ്പ് കൈമാറിയും ഏതാണ്ട് 1/2 മണിക്കൂറിലധികം സമയം. ഇത്രയും അധികം സമയം ഞാൻ സുഖിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാ. അവസാനത്തെ നിലവിളി ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചേർത്ത് പിടിച്ച് സ്വർഗം കണ്ട നിമിഷങ്ങൾ. എനിക്കെന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ആകെ വിറച്ചു തുള്ളി. അയാൾ അങ്ങോട്ടേക്ക് മാറിക്കിടന്നു. നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു സാറ്. പല്ലവി, എന്ത് തോന്നുന്നു? എന്റെ അടുത്ത് എന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കിടന്നപ്പോഴേക്കും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ ഇറുകെ കെട്ടിപ്പുണർന്നു. ഇത് ഞങ്ങളുടെ ഈ സുഖകരമായ നിമിഷങ്ങൾക്ക്
ഒരു നല്ല തുടക്കമായിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു പോകുന്ന നിമിഷമായിരുന്നു അത്. പല്ലവിയുടെയും ബോസിന്റെയും എന്ത് ഭാഗ്യാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഭാര്യമാരെ സുഖിപ്പിക്കാൻ കുറച്ച് മടി കാണിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഇതൊരു പാഠമായിരുന്നോട്ടെ അല്ലേ? പിന്നെ കഥയുടെ ഈ സൂപ്പർ പോർഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് ട്ടോ. അടുത്ത ദിവസം സൂപ്പർ കഥയുമായി നിങ്ങളുടെ സ്വന്തം മെർലിൻ വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.